ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37 സങ്കീർത്തനം 1 വാക്യം. ദുഷ്പ്രവൃത്തിക്കാട് നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയുമരുത്. ദുഷ്ടമാർഗത്തിലൂടെ വിജയിക്കുന്ന ആളുകളാൽ നാം പ്രകോപിതരാകുകയോ അവരോട് അസൂയപ്പെടുകയോ ചെയ്യുന്നത് ഒഴിവാക്കുവാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദുഷ്ടന്മാർ പുല്ലുപോലെ പെട്ടെന്ന് വാടി അപ്രത്യക്ഷനാകും. അതേസമയം കർത്താവിൽ ആശ്രയിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നവർ ഒടുവിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ദേശത്ത് സുരക്ഷിതത്വം കണ്ടെത്തുവാൻ കഴിയുകയും ചെയ്യും. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി താൽക്കാലികമാണ്. ദൈവത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് അവനിൽ സന്തോഷം കണ്ടെത്തുക. അതിലൂടെ സുരക്ഷിതത്വവും സംതൃപ്തവുമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയും. പ്രിയ സ്നേഹിതരെ, ജീവിതം പലപ്പോഴും നമ്മെ അനീതിയിലേക്ക് തള്ളിവിടുന്നു. നീതിമാന്മാർ കഷ്ടപ്പെടുമ്പോൾ ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കാം. എന്നാൽ ദുഷ്ടന്മാരുടെ വിജയം താൽക്കാലികമാണ്. നീതിമാന്മാരുടെ വിജയം എന്നും നിലനിൽക്കുന്നതുമാണ്. ദുഷ്ടന്റെ വിജയത്തിൽ ദുഃഖിക്കാനോ അസൂയപ്പെടാനോ ഒരുങ്ങാതെ ദൈവത്തിൻ്റെ നീതിക്കായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ നീതി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.